ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു വലിയ സവാള ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല. ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത് കൊണ്ട് സവാള ഞാൻ വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 10 ഇല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 10 ഇല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ പീസ് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു ബോൾ പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് കാശ്മീർ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് സ്റ്റൗമ്മേൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് സ്റ്റൗമ്മേലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇത് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കാം. ഇത് മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിനൊരു വറവ് റെഡിയാക്കി എടുക്കണം. വറവ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വറ്റൽ മുളകാണ്. ഞാനിവിടെ ഒരു 4 വറ്റൽ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽ മുളക് ഒന്ന് വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ വഴറ്റിയെടുത്ത ചട്നി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചട്നി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഈ തക്കാളി ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.